പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഞ്ജലി ഓഫീസിൽ ജോയിൻ ചെയ്തതിനെ തുടർന്ന് ആകെ പ്രശ്നങ്ങളായിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. അഞ്ജലിയുടെ ഭർത്താവായ മനുവിന്റെ മുന്നിൽ ഇവൾ ഇങ്ങനെ പോയാൽ ഇവിടെ നിന്ന് പോവുകയില്ല, മാത്രവുമല്ല വീട്ടുകാർ എല്ലാവർക്കും ഇവളെ ഭയങ്കര ഇഷ്ടമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവളുടെ കാര്യത്തിൽ അവർ ഭയങ്കര പൊസസീവ്നെസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനിയും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന മനു ഇതേ തുടർന്ന് അഞ്ജലിയെ ചെന്ന് കാണുകയാണ്. അഞ്ജലി സൂര്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തോ? ഞാൻ പറഞ്ഞതുപോലെ മറ്റാരോടും പറയാതെ ഇറങ്ങിപ്പോവുകയല്ലേ അഞ്ജലി ചെയ്യേണ്ടത്? ഇത് കേൾക്കുന്ന അഞ്ജലി, എനിക്ക് അങ്ങനെ ചെയ്യാൻ മനസ്സ് വരുന്നില്ല. കാരണം ഇപ്പോൾ വീട്ടുകാരുമായി ഞാൻ വളരെയധികം അടുത്ത് ഇണങ്ങിയിരിക്കുകയാണ്. അവരെ പെട്ടെന്നൊരു ദിവസം വഞ്ചിച്ചു പോകാൻ എനിക്ക് ഇഷ്ടമല്ല. അത് എൻ്റെ പേരിനു കൂടി കളങ്കമാകും. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ചെയ്യാൻ യാതൊരു ഉദ്ദേശവുമില്ല എന്ന് വ്യക്തമാക്കുന്ന അഞ്ജലി, കൃത്യമായി ഒരു സമയം വരുമ്പോൾ ഞാൻ കാര്യങ്ങൾ ചെയ്തു കൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ്. മനു യാതൊരു വിധത്തിലും പേടിക്കേണ്ട. മനുവിന് സ്വാതന്ത്ര്യം നൽകുക തന്നെ ചെയ്യും ഞാൻ. മനുവിനെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പിടിച്ചു നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് കേൾക്കുന്ന മനു, അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചതു ഒന്നുമല്ല പറഞ്ഞത്. എനിക്ക് സ്നേഹിക്കുന്ന നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമാണ്. എൻ്റെ ജീവിതമോ ഇങ്ങനെയായി, പക്ഷേ എൻ്റെ കൂടെ വന്ന നിന്റെ ജീവിതം തകരരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നീ ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ, ഞാൻ പറഞ്ഞതിൽ തെറ്റ് വല്ലതും ഉണ്ടോ എന്ന്. മനു പറഞ്ഞതിൽ യാതൊരു തെറ്റും ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ എനിക്ക് കുറച്ച് സമയം കൂടി തന്നേ തീരൂ. മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അത് മനു മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് അഞ്ജലി പോയിരിക്കുകയാണ്. എന്നാൽ അഞ്ജലിയുടെ വിജയം അംഗീകരിക്കാൻ പറ്റാത്ത പ്രഭ അഞ്ജലിയെ കൊല്ലുന്നതിന് വേണ്ടി വിഷം ഉപയോഗിക്കാൻ തീരുമാനമെടുക്കുന്നു. ഈ കാര്യം അറിയാതെ തിരികെ വീട്ടിലേക്ക് എത്തുന്ന മനുവിൻ്റെ ഭാര്യയായ അഞ്ജലി സ്പ്രേ ആണെന്ന് കരുതി അതെടുത്ത് ദേഹത്തേക്ക് അടിച്ചതിനെ തുടർന്ന് ബോധം കെട്ട് ബെഡിലേക്ക് വീണിരിക്കുകയാണ്. ഇത് കാണാൻ ഇടയാകുന്ന പ്രഭയും അതുപോലെ തന്നെ പ്രഭയുടെ ഭർത്താവും ഉടൻ തന്നെ അവിടേക്ക് വരികയും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. അവളുടെ അഹങ്കാരം തീരണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിൽ. ഈ പോയിസൺ അവളിൽ എത്തിക്കഴിഞ്ഞു. ഇനി അവൾക്കൊരു തിരിച്ചുവരവ് ഇല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നേക്കുമായി എല്ലാവരോടും ബായ് പറഞ്ഞ് അവൾ പോവുകയാണ്. ഇനി ഇവളെ കുറിച്ച് യാതൊരു പേടിയും വേണ്ട എന്ന് പ്രഭ അറിയിക്കുന്നു. ഇതോടെ അന്വേഷണം പുറത്താവുകയാണ് എങ്കിൽ നമ്മളിലേക്ക് അത് വരില്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഒരിക്കലുമില്ല. ആ കാര്യങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്ലാനുകൾ ആദ്യമേ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതേപ്പറ്റി യാതൊന്നും അറിയില്ല എന്ന് വേണം വരുത്തി തീർക്കാൻ. മാത്രവുമല്ല, ഈ സ്പ്രേയുടെ ഇത് മാറ്റാം നമുക്ക് എന്നും പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവശപ്പെടുത്തി എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അവർ. പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. പ്രഭയുടെ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരികയാണ് അഞ്ജലി. അപ്രതീക്ഷിതമായ ഈ വരവ് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് പ്രഭയെ ചെന്ന് കാണുന്ന പ്രഭയുടെ ഭർത്താവ് എങ്ങനെയാണ് അവൾ രക്ഷപ്പെട്ടത് എന്ന് ചോദിക്കുന്നു. കാര്യങ്ങൾ ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഒരു അഞ്ജലിയുടെ തിരിച്ചുവരവ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഞാനും അവളുടെ കഥ എന്നേക്കുമായി കഴിഞ്ഞു എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. എനിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല എന്ന് പ്രഭയും പറഞ്ഞതിനെ തുടർന്നാണ്
പ്രഭയുടെ മുന്നിലേക്ക് അഞ്ജലി കയറി വരുന്നത്. ഇതോടെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോവുകയാണ് പ്രഭ. അഞ്ജലി, നിനക്ക് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇങ്ങനെയൊരു തിരിച്ചുവരവ് പ്രഭ ഒരിക്കലും വിചാരിച്ചു കാണില്ല അല്ലേ എന്ന് ചോദിച്ചിരിക്കുന്ന അഞ്ജലി, ഇനിയാണ് പ്രഭയ്ക്കുള്ള തിരിച്ചടി ഞാൻ നൽകാൻ പോകുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം പ്രഭയെ ഞെട്ടിച്ചതിനെ തുടർന്ന് പ്രഭയുടെ തന്ത്രങ്ങളെല്ലാം എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു എന്ന് അറിയിക്കുകയാണ് അഞ്ജലി. എനിക്ക് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിഷ്പ്രയാസം സാധിച്ചു. നിങ്ങളുടെ പദ്ധതികൾ എനിക്ക് മനസ്സിലായതിനെ തുടർന്നുള്ള നാടകമായിരുന്നു അതിനുശേഷം അവിടെ നടന്നത്. പക്ഷേ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. അതാണ് നിങ്ങളുടെ പരാജയം. ഇനി നിങ്ങൾക്കുള്ള തിരിച്ചടിയാണ് വരാൻ പോകുന്നത് എന്ന് പറയുന്ന അഞ്ജലി, ഈ വിവരം ഞാൻ പുറത്തു പറയുകയാണ് എങ്കിൽ എന്താകും സംഭവിക്കുക എന്ന് അറിയാമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് പ്രഭ ആകെ തകർന്നു പോകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.